മറുഭാഗത്ത് ഇതേ മുസ്ലിം മതരാഷ്ട്രവാദത്തെയൊക്കെ മുന്നിൽ നിർത്തുന്ന പ്രത്യയശാസ്ത്ര ലക്ഷ്യമായിട്ട് നടക്കുന്ന ആൾക്കാർ എന്ത് ചീത്തയാണ് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ച് ഒരു പോസ്റ്റിട്ടാൽ ഉണ്ടാവുന്നത്. അപ്പോൾ മതരാഷ്ട്രവാദത്തോടുള്ള ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര നിലപാട് വളരെ പ്രധാനമാണ്. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ സുഹൃത്ത് വാഹിദ് അദ്ദേഹം വളരെ സൗമ്യമായി പറയുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മുൻ അമീറായ ടി.കെ. അബ്ദുള്ള നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലൈവാണ്. എന്താ ടി.കെ. അബ്ദുള്ള പറഞ്ഞ് നമ്മൾ ജനാധിപത്യവും മതനിരപേക്ഷതയുണ്ട്. അദ്ദേഹം വളരെ തമാശയായിട്ട് പറയുകയാണ്. ഡെമോക്രസിയൊക്കെ പറയുന്നത് എന്താണ്, അതിവിടെ പിടിച്ചു നിൽക്കണ്ടേ, അതിനുവേണ്ടി മാത്രമാണ്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞങ്ങൾ വളരെ നിഷ്പക്ഷമായ നിലപാടാണ്. ഞങ്ങൾ ഹിന്ദുത്വത്തിനെതിരാണ്, ഫാസത്തിനെതിരാണ്. കോൺഗ്രസ് അല്ലാത്ത സ്ഥലത്ത്, UDF അല്ലാത്ത സ്ഥലത്ത് ജയിക്കാൻ സാധ്യ CPM ആണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും. ഞാൻ നേരിട്ട് അനുഭവസ്ഥനാണ്. 2009 ആണവ കരാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ന്യൂക്ലിയർ അമേരിക്കയുമായിട്ടുള്ള ന്യൂക്ലിയർ ബന്ധം, അതിൻ്റെയൊക്കെ അബദ്ധത്തിലേക്ക് നമ്മുടെ രാജ്യം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ആ ആണവ കരാറിന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ച ഒരാളായിരുന്നു MI ഷാനവാസ്. ചാനൽ ഞാൻ തന്നെ അദ്ദേഹമായിട്ട് എത്രയോ ചാനൽ ചർച്ചകൾ ഏറ്റുമുട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം മത്സരിച്ചത് വയനാട്ടിലാണ്. ജമാഅത്ത് ഇസ്ലാമി അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും ക്യാമ്പയിൻ നടത്തിയോ? ശശി തരൂര് നമ്മളോടൊക്കെ പറയുമ്പം പറയും ശശി തരൂര്. ആ ശശി തരൂർ തിരുവനന്തപുരത്ത് വളരെ ആസൂത്രിതമായി ക്യാമ്പയിൻ അയാൾക്ക് അനുകൂലമായി നടത്തി കൊടുത്ത ആരാണ്? ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പം ഈ ജമാഅത്ത് ഇസ്ലാമിയും അതേപോലെ തന്നെ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയം പറയുന്ന സെക്കുലറായ ഡെമോക്രാറ്റായ ഒരു രാഷ്ട്രസങ്കല്പങ്ങൾക്കെതിരായിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ഗ്രൂപ്പുകളും എന്താണ്, ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ആശയപരമായി തന്നെ ദുർബലമാക്കാനുള്ള നീക്കം നടത്തും. അങ്ങനെ ദുർബലമാക്കാൻ കേരളത്തിൽ കഴിയണമെങ്കിൽ CPM ഒരു ഹിന്ദുത്വ പാർട്ടിയാണ് എന്ന നെറേഷൻ ഉണ്ടാക്കണം. ആ നെറേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്, അല്ല ഞാനത് പറഞ്ഞോട്ടെ, അതൊന്ന് നിർത്തിക്കോട്ടെ. ആ നെറേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് CPMൻ്റെ. CPM എല്ലാ മുസ്ലിം വിരുദ്ധമാണ്, എല്ലാ മുസ്ലിം വിരുദ്ധമാണ്. ജമാഅത്ത് ഇസ്ലാമിയെ വിശ്രമിച്ചാൽ, മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ എല്ലാം മുസ്ലിം വിരുദ്ധമാണ്. ഈ നിജേഷ് അരവിന്ദ് ഇവിടെ എത്ര സാത്വികനായിട്ടാണ്, എത്ര സൗമ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുസ്ലിം സ്നേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സിംല സമ്മേളനം കഴിഞ്ഞ് ഇവിടെ ഇറങ്ങിയ ഒരാളുണ്ട്, AK ആൻ്റണി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. മകനിപ്പോൾ എന്താണ് മുൻകൂറായിട്ട് BJPക്ക് കൊടുത്തിരിക്കുക. അദ്ദേഹം ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പറഞ്ഞ എന്താണെന്നറിയോ? ഇവിടെ ന്യൂനപക്ഷങ്ങൾ അമിതമായി കൂടുതൽ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞു, അതുകൊണ്ട് ഭൂരിപക്ഷത്തിന് അതൃപ്തിയുണ്ടെന്ന്. ഇത് സംഘപരിവാറിന്റെ ലൈനല്ലേ അദ്ദേഹം പറഞ്ഞത്? ആ സംഘപരിവാർ ലൈനിലല്ലേ കോൺഗ്രസിന്റെ ഒരു മനസ്സെപ്പോഴും? കോൺഗ്രസ് ഇപ്പോൾ പുറത്ത് കേരളത്തിൽ CPMനെ മുസ്ലിം സമുദായത്തെ കുറ്റക്കാരൻ. നമുക്കെല്ലാവർക്കും 2021 തെരഞ്ഞെടുപ്പിൽ അത് കോവിഡ് മാത്രമല്ലല്ലോ, പൗരത്വ നിയമത്തിനെതിരായിട്ട് CPM എടുത്ത ശക്തമായ നിലപാടുകൾ വളരെ ഏകോപിതമായ പിന്തുണ മുസ്ലിം സമൂഹത്തിനകത്തുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ അതിനെ തെറിപ്പിക്കാൻ, അതിനെ എങ്ങനെ ശിഥിലമാക്കണം, CPMന് നടന്ന സമരത്തിൽ പിൻവലിക്കേണ്ട കേസുകൾ പലതും ഇപ്പോഴും പിൻവലിക്കാതെ കിടക്കുന്നു. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, പ്രമോദ് രാമനാഥ് എൻ്റെ പേരിലും കേസുണ്ട്. അതിന്റെ അത് ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട കേസാണ്. എൻ്റെ പേരിൽ കേസുണ്ട്. ആയിക്കോട്ടെ, അല്ല അത് ശരിയാണോ? താങ്കളുടെ പേരിലായാലും മറ്റൊരു ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ പേരിലായാലും ശരിയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതൊക്കെ എന്താണ് ഈ എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവം, അപവാദങ്ങളെ താങ്കൾ പറയുന്ന ഒറ്റപ്പെട്ട, താങ്കൾ പോലുള്ള ആളുകള് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അപവാദങ്ങളെ സാമാന്യവൽക്കരിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ CPM ഒരു ഹിന്ദുത്വ പാർട്ടിയാണെന്ന്? അല്ല, CPM ഹിന്ദുത്വ പാർട്ടിയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് എല്ലാ കാലത്തും സ്വീകരിച്ചുള്ള ഒരു പാർട്ടിയാണ് CPM. നിങ്ങൾക്ക് CPM അങ്ങനെ ഒരു ഹിന്ദുത്വ പാർട്ടി വസ്തുതാപരമായി നോക്കൂ, വസ്തുതാപരമായി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, വസ്തുതാപരമായി നോക്കൂ. നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഇതിന്റെ നിലപാട് പറയേണ്ട ആളാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ശ്രീ മുജീബുർ റഹ്മാൻ. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തി വിശദീകരിച്ചിട്ടുണ്ട്. അത് കേൾക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. ഇടതുപക്ഷം ഇല്ലാത്തൊരു കേരളമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷം ഉൾപ്പെടെ, കോൺഗ്രസ് ഉൾപ്പെടെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ എല്ലാ ജനാധിപത്യ പാർട്ടികളും സംഘപരിവാറിനെതിരെ നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അവർ പറയുമ്പോൾ അത് വിശ്വസിക്കാതെ വീണ്ടും CPMനെ ഹിന്ദുത്വ പാർട്ടിയാക്കി അറ്റാക്ക് ചെയ്യാൻ വരുന്നു. നിങ്ങളുടെ നിലപാടിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാത്രമാണ് ഒരുപക്ഷെ അവർ ചോദ്യം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയും.